ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെയാണ് ഡിജിറ്റലായി ഡ്രൈവിംഗ് ലൈസൻസ്, അതുപോലെ തന്നെ RC, ഇൻഷുറൻസ്, പെർമിറ്റ്, ടാക്സ് എന്നിവ ഡിജിറ്റലായി എങ്ങനെ സൂക്ഷിക്കാം, മൊബൈലിൽ എങ്ങനെ സൂക്ഷിക്കാം എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പോലീസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഡിജിറ്റലായി നമുക്ക് ഈ രേഖകൾ മൊബൈലിലൂടെ കാണിച്ചാൽ മതി എന്നതാണ് പുതിയ കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവ്. ഈ നിയമം കേന്ദ്ര ഗവൺമെൻറ് നിലവിൽ കൊണ്ടുവന്നത്. അത് നിങ്ങൾ ഫേസ്ബുക്കിലെ കേരള പോലീസ് ഒഫീഷ്യൽ പേജ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. വാഹന പരിശോധന ഡിജിറ്റൽ രേഖകൾ ഹാജരാക്കിയാൽ മതി. രേഖകൾ ഡിജി ലോക്കർ, പരിവാഹൻ ആപ്പുകളിൽ ഡിജിറ്റലായി സൂക്ഷിക്കാം. വാഹന പരിശോധനയ്ക്കിടെ ഹാജരാക്കുന്ന ഇലക്ട്രോണിക് രേഖകൾ ആധികാരിക രേഖയായി അംഗീകരിക്കാനാണ് പുതുക്കിയ മോട്ടോർ വാഹന നിയമപ്രകാരം നിർദ്ദേശിച്ചിരിക്കുന്നത്. കേന്ദ്ര IT മന്ത്രാലയം പുറത്തിറക്കിയ ഡിജി ലോക്കർ, കേന്ദ്ര റോഡ് ഗതാഗത വകുപ്പിൻ്റെ പരിവാഹൻ എന്നീ ആപ്പുകൾ മുഖേന ഡ്രൈവിംഗ് ലൈസൻസ്, രജിസ്ട്രേഷൻ, ഇൻഷുറൻസ്, ഫിറ്റ്നസ്, പെർമിറ്റ് തുടങ്ങിയ രേഖകൾ ഡിജിറ്റലായി സൂക്ഷിക്കാൻ കഴിയും. വാഹന പരിശോധനകൾക്കിടയിൽ പോലീസ് അധികാരികൾക്ക് മുന്നിലും സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് മുന്നിലും കാണിക്കാവുന്ന ആധികാരിക രേഖയാണിത്. ഉദ്യോഗസ്ഥർക്ക് ഈ ആപ്പുകൾ വഴി രേഖകൾ പരിശോധിക്കാനാവും. സെപ്റ്റംബർ 30 കേരള പോലീസ് ഈ കുറിപ്പ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ പരിവാഹൻ എന്ന ആപ്പ് എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഡിജി ലോക്കർ ആപ്പിനെ കുറിച്ച് നമുക്ക് പിന്നെ ഒരു ദിവസം വീഡിയോ ഇടാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. അതിൽ പരിവാഹൻ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ആപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തതാണ്, അതുകൊണ്ട് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആപ്പ് ഓപ്പൺ ചെയ്യാം. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. നമുക്കിതിനെ സ്കിപ്പ് ചെയ്യാം. ഇംഗ്ലീഷ് ക്ലിക്ക് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ശേഷം നമുക്കൊരു RC ആണ് ഇതിൽ ആഡ് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ താഴെ ക്രിയേറ്റ് വിർച്വൽ RC എന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നമ്മുടെ RC നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ടൈപ്പ് ചെയ്ത ശേഷം അതിന് തൊട്ടടുത്തുള്ള സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് കാണും. ഇവിടെ യെസ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ വെച്ചുകൊണ്ട് ഇതിനെ രജിസ്റ്റർ ചെയ്യുക. ശേഷം കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്തതായത് കൊണ്ടാണ് ഞാൻ സൈൻ ഇൻ ചെയ്യുന്നത്. നിങ്ങളവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. ശേഷം വെരിഫൈ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വീണ്ടും ഇവിടെ RC നമ്പർ എന്ന സ്ഥലത്ത് നിങ്ങളുടെ RC നമ്പർ അടിച്ചു കൊടുക്കുക. അങ്ങനെ അവിടെ RC നമ്പർ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ഇങ്ങനെയുള്ളൊരു സ്ഥലമായിരിക്കും നിങ്ങൾക്ക് കാണുന്നത്. നിങ്ങളുടെ RC ഡീറ്റെയിൽസ് മുഴുവനും ഇവിടെ കാണാം. ഇവിടെ നിങ്ങളുടെ ഓണർ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ RC ബുക്കിലുള്ള എല്ലാ ഡീറ്റെയിൽസും, കൂടാതെ രജിസ്ട്രേഷൻ ഡേറ്റ്, ഫിറ്റ്നസ് വാലിഡ്, ഇൻഷുറൻസ് വാലിഡ്, ടാക്സ് വാലിഡ്. പുക ടെസ്റ്റ് ഇതിൽ വന്നിട്ടില്ല, അടുത്ത് തന്നെ വരുമെന്നാണ് റിപ്പോർട്ട് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് ഡാഷ്ബോർഡിലേക്ക് ആഡ് ചെയ്യണം. അതിനായി ആഡ് ടു ഡാഷ്ബോർഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ചേസിക് നമ്പർ, എൻജിൻ നമ്പർ എന്നീ എൻജിൻ നമ്പറിൻ്റെ അവസാനത്തെ 4 ഡിജിറ്റും അതുപോലെ തന്നെ ചേസിക് നമ്പറിൻ്റെ അവസാനത്തെ 4 ഡിജിറ്റും ഇവിടെ എൻ്റർ ചെയ്തുകൊണ്ട് വെരിഫൈ ചെയ്യുക. ചേസിക് നമ്പറും എൻജിൻ നമ്പറും
ഇതാ ഈ RCയിൽ കാണുന്ന ഈ ഭാഗത്തായിരിക്കും ചേസിസ് നമ്പർ ഉണ്ടാവുക, ഈ ഭാഗത്ത്. അതുപോലെ തന്നെ എൻജിൻ നമ്പർ അതിന് തൊട്ട് താഴെയാണ്. ആ നമ്പറുകളാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അറിയുന്നവരുണ്ടെങ്കിൽ ക്ഷമിക്കണം. അതിനുശേഷം നിങ്ങളുടെ വെരിഫൈ ചെയ്ത ശേഷം ഡാഷ്ബോർഡ് എന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ വെരിഫൈ ചെയ്ത നിങ്ങളുടെ RC ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ RC ഡാഷ്ബോർഡിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ഡാഷ്ബോർഡ് എന്ന് കാണാം. അത് സെലക്ട് ചെയ്ത ശേഷം ഇവിടെ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ ഇവിടെ അടിച്ചു കൊടുത്ത് സെർച്ച് അടിച്ചാൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഡീറ്റെയിൽസും ഇവിടെ സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അവിടെ സെർച്ച് ചെയ്താൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൂടി ആവശ്യപ്പെടുന്നതാണ്. അവിടെ ഡേറ്റ് ഓഫ് ബർത്തും കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്ത ശേഷം സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ വെരിഫൈ ആയതിനു ശേഷം ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് ഡാഷ്ബോർഡ് എന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഈ ഭാഗത്തായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം കൂടെയുള്ള ബെൽ ബട്ടണും എനാബിൾ ചെയ്യുക. പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഗുഡ് ബൈ.